നമസ്കാരം. പി.വി. അൻവറിനെ പിന്തുണച്ചും പി ശശിയെ വർഗവഞ്ചകനായി ചിത്രീകരിച്ചുമുള്ള വിവാദ പോസ്റ്റുകൾക്ക് പിന്നാലെ മുതിർന്ന CPM നേതാവ് പി ജയരാജനുമായി ബന്ധമില്ലെന്നും ഇടത് സൈബർ പോരാളി മാത്രമാണെന്നും വിശദീകരിച്ച് റെഡ് ആർമി. റെഡ് ആർമിയെ പി ജയരാജനും മകൻ ജെയിൻ രാജുമായി കൂട്ടിക്കെട്ടാൻ ശ്രമമെന്നും പാർട്ടി മാത്രമാണ് വലുതെന്നുമാണ് പേജിൽ വിശദീകരണം. അഡ്മിൻ്റെ പേര് വെളിപ്പെടുത്തണം എന്ന ജെയിനിൻ്റെ ആവശ്യത്തിന് പിന്നാലെയാണ് വിശദീകരണം. പേജുമായി ബന്ധമില്ലെന്ന് രാവിലെ പി ജയരാജനും വിശദീകരിച്ചിരുന്നു. തങ്ങൾക്ക് പി ജയരാജനുമായോ അദ്ദേഹത്തിൻ്റെ മകൻ ജെയിൻ രാജുമായോ യാതൊരു ബന്ധവുമില്ല എന്ന് പുതിയ പോസ്റ്റിലൂടെ റെഡ് ആർമി അറിയിച്ചു. ജെയിൻ രാജ് റെഡ് ആർമിയുടെ അഡ്മിൻ അല്ല എന്നും അവർ വ്യക്തമാക്കി. റെഡ് ആർമിക്കെതിരെ വിമർശനവുമായി ജെയിൻ രാജ് രംഗത്തെത്തിയതിന് പിന്നാലെയാണ് റെഡ് ആർമിയുടെ വിശദീകരണം. റെഡ് ആർമിക്ക് പി ജെയുമായും ജെയിൻ രാജുമായും ഒരു ബന്ധവുമില്ല. ഒരു ഇടത് സൈബർ പോരാളി മാത്രം. ഈ പേജിൻ്റെ അഡ്മിൻ ജെയിൻ രാജ് അല്ല എന്ന് മുൻപും റെഡ് ആർമി പറഞ്ഞതാണ്. ജയരാജേട്ടൻ തന്നെ ഒരുപാട് തവണ പറഞ്ഞതാണ് ഈ പേജുമായി പി ജെക്ക് ഒരു ബന്ധവുമില്ല എന്ന്. പിന്നെ റെഡ് ആർമിയെ ജയരാജേട്ടനുമായും ജെയിൻ രാജുമായും കൂട്ടിക്കെട്ടാൻ ശ്രമം ചില മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. കള്ളനയങ്ങളെ തിരിച്ചറിയുക, പാർട്ടിയാണ് വലുത്, പാർട്ടി മാത്രമെന്ന് റെഡ് ആർമി ഫേസ്ബുക്കിൽ കുറിച്ചു. നേരത്തെ പി.വി. അൻവറിൻ്റേത് വിപ്ലവ മാതൃകയാണെന്നും പി ശശി വർഗവഞ്ചകനാണെന്നും റെഡ് ആർമി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. പി ശശിക്കെതിരെ പി.വി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയും പാർട്ടിയും ഏറ്റവും ആർജവമുള്ള തീരുമാനം കൈക്കൊള്ളണം എന്നാണ്. ഇത്രയും കാലം പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കുപ്പായത്തിൻ്റെ ബലത്തിൽ മുഖ്യമന്ത്രിയുടെ അരികുപറ്റി നടന്ന് പാർട്ടിയുടെ അടിവേര് പിഴുതെറിയാൻ ഇറങ്ങിത്തിരിച്ച ADGP അടക്കമുള്ളവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും അനുവദിച്ച് നൽകിയത് പി ശശിയാണ്. സ്വർണ്ണക്കടത്തും കൊലപാതകവും അടക്കം ADGPയുടെ നേതൃത്വത്തിൽ ചെയ്തു കൂട്ടിയ ക്രിമിനൽ ചെയ്തികൾക്ക് മൗനാനുവാദം നൽകിയത് പി ശശിയാണെന്നായിരുന്നു റെഡ് ആർമി ആരോപിച്ചത്. ഇതിന് പിന്നാലെ പേജിനെതിരെ വിമർശനവുമായി പി ജയരാജൻ്റെ മകൻ ജെയിൻ രാജ് രംഗത്ത് വന്നു. ചിലരുടെ ധാരണ താനാണ് റെഡ് ആർമിയുടെ അഡ്മിൻ എന്നാണ്. അതിൽ വരുന്ന ഒരു പോസ്റ്റ് പോലും താൻ ഷെയർ ചെയ്തിട്ടില്ല. റെഡ് ആർമിയുടെ അഡ്മിൻ മറനീക്കി പുറത്തു വരണമെന്നും അല്ലെങ്കിൽ ഈ പരിപാടി നിർത്തണമെന്നും ജെയിൻ രാജ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് റെഡ് ആർമിയുടെ വിശദീകരണം. നേരത്തെ പി ജയരാജനെ പിന്തുണച്ച് രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്ന PJ ആർമി എന്ന ഫേസ്ബുക്ക് പേജാണ് പിന്നീട് പേര് മാറ്റി റെഡ് ആർമി ആയത്.